അടുത്ത് ഇപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് കോമ്പൗണ്ടത്തെ ഒബ്ജക്റ്റുകളാണ് പറഞ്ഞത്. ഇനി കോമ്പൗണ്ടത്തിൻ്റെ ഒരു ഒബ്ജക്റ്റ് കൂടി എടുക്കാനുണ്ട്, ലോഫ്റ്റ്. ലോഫ്റ്റ് എന്ന് അതായത് പല ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു ഒബ്ജക്റ്റുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് ഷേപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോഫ്റ്റ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പില്ലറിന് അഡിയേഷൻ സർക്കിൾ, സെൻറ്റർ റെക്ടാങ്കിൾ, മൂവ് സ്റ്റാർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കാര്യമായിട്ട് ഒന്നുമ്പോൾ തന്നെ പല ഡിഫറെൻറ്റ് ഷേപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോഫ്റ്റ് ഉപയോഗിക്കണം. അപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പാത്ത് വരക്കണം. കറക്റ്റ് വ്യൂ ഇട്ട് പാർക്ക്. ഇപ്പോൾ ഉദാഹരണം ഫ്രണ്ട് വ്യൂ ഇട്ട് ഞാൻ പാത്ത് വരക്കണം. അത് 2D ഒബ്ജക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ലൈൻ എടുത്തു, ഓട്ടോയുടെ ആവശ്യമില്ല, ഓഫ് ചെയ്യാം. ഞാൻ പാത്ത് നമ്മൾ പില്ലർ വരക്കണം. പില്ലർ ഇപ്പോൾ എന്താണോ വരക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ ഒബ്ജക്റ്റിൻ്റെ അനുസരിച്ച്. പില്ലറാണ് ഒരിക്കലും വളവ് ഉണ്ടാവില്ലല്ലോ, സ്ട്രൈറ്റ് തന്നെ ഉണ്ടാവുക. അപ്പോൾ എന്ത് ഒബ്ജക്റ്റ് വരക്കണം അതിനനുസരിച്ചുള്ള പാത്ത് വരക്കാം. ഉദാഹരണം ഷിഫ്റ്റ് ഒരു പാത്ത് വെക്കാൻ വളയാത്തൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇത് നമ്മൾ പാത്ത് വരച്ചപ്പോൾ മുകളിൽ നിന്ന് താഴത്ത് വരച്ച്, അത് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഈ പാത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് മുകളിലാണ്, എൻഡ് പോയിന്റ് താഴെയാണ്. മനസ്സിലാക്കാം. ഇനി പേഴ്സ്പെക്റ്റീവ് എടുക്കാം. പേഴ്സ്പെക്റ്റീവ് എടുത്ത് ഈ പാത്തിൽ എന്തൊക്കെ വേണ്ടത് വരക്കണം. അതായത് പാത്തിനല്ല, ഈ ഡിസൈൻ നമ്മൾ വരക്കാൻ പോകുന്ന മോഡലിങ്ങിൽ എന്തൊക്കെ മോഡൽസ് ഈ ഡിസൈനാണ് വേണ്ടത്, എന്തൊക്കെ ഷേപ്പുകളാണ് വേണ്ടത് കൊടുക്കുക. ഉദാഹരണം സർക്കിൾ വേണം, സർക്കിൾ വരച്ചു. ഒരു റെക്റ്റാങ്കിൾ വേണം, റെക്റ്റാങ്കിൾ വരച്ചു. ഒരു സ്റ്റാർ വേണം, സ്റ്റാർ. ഉദാഹരണം കിട്ടണുള്ളൂ, ഇന്ന് ഉദ്ദേശിച്ചതൊന്നുമില്ല കേട്ടോ. അതിനുശേഷം പാത്ത് സെലക്ട് ചെയ്യുക, ലോഫ്റ്റിലേക്ക് വരിക, ഗെറ്റ് ഷേപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിൽ ഏത് ഒബ്ജക്റ്റ് ആണോ വേണ്ടത് അത് ആദ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെൻറ്റർ റെക്റ്റാങ്കിളാണ് വേണ്ടത്. അപ്പോൾ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തെടുത്തു. ആ റെക്റ്റാങ്കിളിൻ്റെ ഒരു കോപ്പി മുകളിൽ എടുക്കുന്നുണ്ടാവും. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണോ, പാത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണോ അവിടെ എടുക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇടയിൽ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യാൻ വേണ്ടി മോഡിഫൈ ക്ലിക്ക് ചെയ്യുക. ലോഫ്റ്റിൻ്റെ പ്ലസ് ക്ലിക്ക് ചെയ്താലുണ്ടാവും ഷേപ്പ്. ഇപ്പോൾ ഷേപ്പ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ബാക്കിയുടെ ഷേപ്പ് അല്ല കേട്ടോ, അതൊക്കെ സെഗ്മെന്റ് ആണ്. മുകളിലത്തെ മാത്രമാണ് ഇത് ഷേപ്പ്. ഇനി ഇടയിൽ കോപ്പി ഇട്ടു. കോപ്പി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്നാലും നമുക്ക് ഓരോ സംഗതി എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നമുക്ക് കോപ്പി ഉണ്ടാവും. ഒരു കോപ്പി ഇട്ട് കൊടുക്കുക, ഓക്കെ ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു അടിയിൽ ഒരു കോപ്പി ഇട്ട് കൊടുത്തു, അതിൽ കോപ്പി ഇട്ട് കൊടുത്തു, ഓക്കെ ഇട്ടു. ഇനി വീണ്ടും ലോഫ്റ്റ് മെനു ക്ലിക്ക് ചെയ്താൽ പഴയ സെറ്റിങ്സ് ഒന്നും അതിൽ പാത്ത് 0 എന്നാണ് മുകളിലുണ്ടാവും. പാത്തിൻ്റെ സ്റ്റാർട്ട് ഒരു ചെറിയൊരു യെല്ലോ മാർക്ക് ഉണ്ട്. പാത്ത് 100 ആക്കി കഴിഞ്ഞാൽ നേരെ അടിയിലേക്ക് വരും. ഇപ്പോൾ ഇവിടെ കാണാനില്ല, നേരെ അടിയിലേക്ക് ഉണ്ടാവും, അടിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പാത്ത് 0 ഒരു എൻഡും സ്റ്റാർട്ടിംഗ് പോയിന്റും. പാത്ത് 100 എന്നാൽ മറ്റ് എൻഡ് വികാരം. അതങ്ങനെ ഒരു ശതമാന രൂപത്തിലുള്ള സംഗതിയാണ്. പാത്ത് 50 എന്നാൽ നേരെ പകുതി ഇട്ടെടുക്കാം. അപ്പോൾ പാത്ത് 0 ഇട്ടെടുത്തു. അപ്പം സെലക്ഷൻ മുകളിലാണ് പോകും. ഇനി ഗെറ്റ് ഷേപ്പ് എടുത്തിട്ട് മുകളിൽ എന്താ വേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന് മുകളിൽ ഒരു സർക്കിൾ വേണം, സർക്കിൾ ഇട്ടു. ഈ പാത്ത് 100 ആക്കി. അപ്പോൾ സെലക്ഷൻ നേരെ അടിയിലേക്ക് വന്നു. ഗെറ്റ് ഷേപ്പ് എടുത്തിട്ട് സ്റ്റാർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അടിവക സ്റ്റാറായി മാറി. എനിക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റും. ഇതിനോരോന്ന് എഡിറ്റ് സ്കെയിൽ ചെയ്യണമെങ്കിലൊക്കെ എന്ത് ചെയ്യണം? ഷേപ്പ് എടുക്കുക, സെലക്ട് ചെയ്തു, സ്കെയിൽ ചെയ്യണം. ഇവിടെ സ്കെയിൽ ചെയ്യുക, ഉണ്ടോ? അങ്ങനെയൊക്കെ സ്കെയിൽ ചെയ്യുക, അങ്ങനെയൊക്കെ ഇട്ടെടുത്തു. അടിയിൽ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്കെയിൽ ചെയ്യുക ഒക്കെ ചെയ്യാം. ഇനി വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യുക? ഇത് സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുക്കുക. വീണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അടിയിൽ കോപ്പി ഇങ്ങനെ അത് മാത്രം കോപ്പി ഇട്ട് കൊടുക്കുക, ഓക്കെ ഇട്ട് കൊടുക്കുക. ഉണ്ടോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഓരോ മോഡൽ ചെയ്യാൻ പറ്റും. അതാണ് ലോഫ്റ്റ് പറയാനുള്ളത്. ഞാൻ വേറെ സംഗതി കൂടി കാണിച്ചു തരാം. ഒരു വെണ്ടക്കൻ്റെ ഒക്കെ ഷേപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഒരു ഫ്രണ്ട് വീട്ടു വെണ്ടക്കൻ്റെ ഒരു പാത്ത് വരക്കാണ്. ഇപ്പോൾ ലൈൻ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും സിമ്പിൾ പാത്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തു. ചെറിയൊരു പാത്തിന് വരച്ചു. ചെരിവുള്ളൊരു എങ്ങനെ വരക്കാം. പേഴ്സ്പെക്റ്റീവ് എടുത്തിട്ട് അതിൽ നമുക്ക് ഞെട്ടിയൊക്കെ ഒരു സർക്കിളിൻ്റെ ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ സർക്കിൾ വരച്ചു. അത് മൊത്തത്തിൽ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. അപ്പോൾ സ്റ്റാറും വേണം. അപ്പോൾ ഈ രണ്ട് ഷേപ്പൊക്കെ കാര്യമായിട്ട് നമുക്ക് ഉണ്ടാവുക. ഈ സ്റ്റാറിൻ്റെ അത്ര കൂർപ്പൊന്നും ഈ ഷാർപ്പ്നെസ് ഉണ്ടാവില്ല. അത് നമുക്ക് എന്തെങ്കിലും മോഡിഫൈ വന്നിട്ട് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഫില്ലറ്റ് റേഡിയസ് കർവ് സ്മൂത്ത് ആക്കി പറ്റും. ഇനി ഈ പാത്ത് സെലക്ട് ചെയ്യാം. നമ്മൾ കോമ്പൗണ്ടിലേക്ക് വന്നിട്ട് ലോഫ്റ്റ് ക്ലിക്ക് ചെയ്തു, ഗെറ്റ് ഷേപ്പ് എടുത്തു. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ ഏതാ വേണം? നമുക്ക് സ്റ്റാറാണ് വേണ്ടത്, സ്റ്റാറിന് ഇട്ട് കൊടുത്തു. നമുക്ക് ഇടയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ എടുക്കുക. ലോഫ്റ്റ് പ്ലസ് ക്ലിക്ക് ചെയ്താൽ ഷേപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ കോപ്പി ചെയ്തിട്ട് കോപ്പി ഇടാൻ ഷിഫ്റ്റ് ചെയ്യുന്ന ഇവിടെ ഒരു കോപ്പി ഇട്ട് കൊടുത്തു, ഓക്കെ ഇട്ട് കൊടുത്തു. ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഒരു കോപ്പി ഇട്ട് കൊടുക്കുക, ഓക്കെ ഇട്ട് കൊടുക്കുക. എത്രയും കോപ്പി ഇട്ട് കൊടുക്കുക, ആവശ്യമില്ലെങ്കിൽ കുഴപ്പമില്ല, എത്രയും കോപ്പി ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ ലോഫ്റ്റ് മെത്തഡ് ക്ലിക്ക് ചെയ്തു പഴയ സെറ്റിങ്സ് തരാൻ വേണ്ടിയിട്ട്. അതിൽ പാത്ത് 0 മുകളിലാണ്. ഗെറ്റ് ഷേപ്പ് എടുത്തിട്ട് മുകളിൽ സർക്കിളിൽ, അതായത് ഞെട്ടിയാണ്, ഇനി 100 ആക്കിയിട്ട് കൊടുത്തു. താഴെ നമുക്ക് സർക്കിൾ ഇട്ട് കൊടുത്തുകൊണ്ട്. ഇനി ഇതിനെ ലെവലാക്കാൻ വേണ്ടിയിട്ട് ഷേപ്പ് സെലക്ട് ചെയ്തു, സ്കെയിൽ എടുത്തു. അടിയിൽ നമുക്ക് ഇങ്ങനെ വേണ്ട, കൂർപ്പല്ല വേണ്ട. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക?
ഇവിടെ സെൻറ്റർ ക്ലിക്ക് ചെയ്തിട്ട് നല്ല കൂർക്കണം, അടിക്ക് താഴ്ത്തി കൊടുക്കണം. ബാക്കി നമുക്ക് ലെവലാക്കാം. അടുത്തത് ഇവിടെ ഞെട്ടിൻ്റെ ഇവിടെ ലെവലാക്കണം. ലെവലാക്കാൻ വേണ്ടിയിട്ട് ഇത് വീണ്ടും സെലക്ട് ചെയ്തു, ഒന്ന് ചെറുതായിട്ട് അങ്ങ് കുറച്ചെടുത്തു, മൂട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒന്ന് കോപ്പി ഇട്ട് ഓക്കെ ഇട്ട് കൊടുത്തു. വീണ്ടും എന്ത് ചെയ്യുക, ഒന്ന് ഇവിടെ അങ്ങനെ ഇട്ട് കൊടുത്തു, ഓക്കെ ഇട്ട് കൊടുത്തു. വീണ്ടും സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യുക, സ്കെയിൽ ചെയ്തു. അങ്ങനെയൊക്കെ നമുക്ക് സ്കെയിൽ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മൂട്ട് കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കണ്ട, അങ്ങനെ ഇട്ട് കൊടുത്തു. ഇവിടെ സൈഡിൽ കളർ മാറ്റാണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കളറൊക്കെ മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാം. താൽക്കാലിക കളർ മാറ്റലാണ്, ഏകദേശം വെണ്ടക്കൻ്റെ ഷേപ്പിലേക്കൊക്കെ അങ്ങനെ ഒബ്ജക്റ്റുകളൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് ഉദാഹരണം പറഞ്ഞുള്ളൂ. നമുക്ക് വാട്ടർ ബോട്ടിലൊക്കെ മിനറൽ വാട്ടർ ബോട്ടിലൊക്കെ ആണെങ്കിൽ അതിന് ഷേപ്പ് ആ സർക്കിൾ ഉള്ളൂ. അപ്പോൾ ഒരു സർക്കിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് സൈസ് കൂട്ടി കുറച്ചിട്ടൊക്കെ ഓരോ ചെയ്യാം. അപ്പോൾ കുറേ ഒബ്ജക്റ്റുകൾ ചെയ്യാൻ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കുറേ ഒബ്ജക്റ്റ് എന്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാം, നമുക്ക് പല ഒബ്ജക്റ്റുകളും ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത് വെച്ചിട്ട്. അപ്പോൾ ഓരോന്ന് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. നമ്മളൊരു ഒബ്ജക്റ്റ് ലാസ്റ്റ് ഒരു ഒബ്ജക്റ്റും കൂടി പറയാം, ഒരു വാട്ടർ ബോട്ടിൽ മിനറൽ വാട്ടർ ബോട്ടിലും കൂടി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ അതിന് ഫ്രണ്ട് വ്യൂ ഇട്ടു, പാത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പ് ലൈൻ എടുത്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ സ്ട്രൈറ്റ് വരച്ചു. ഈ പെർസ്പെക്റ്റീവ് എടുത്തു, നമുക്ക് അതിലാകെ സർക്കിളുള്ളൂ, ഇവിടെ സർക്കിൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് സർക്കിൾ മതി. പാത്ത് സെലക്ട് ചെയ്യുക, കോമ്പൗണ്ടിലേക്ക് വന്നു, അതിൽ ലോഫ്റ്റ് ക്ലിക്ക് ചെയ്തു, ഗെറ്റ് ഷേപ്പ് എടുത്തു, നേരെ സർക്കിൾ ക്ലിക്ക് ചെയ്തെടുത്തു. ഞാൻ മോഡിഫൈ എന്നിട്ട് അതിൻ്റെ കോപ്പി എടുക്കാൻ ഷേപ്പ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൽ കോപ്പി ഇവിടെ ഇട്ട് കൊടുത്തു, ഓക്കെ ഇട്ട് കൊടുക്കുക. വീണ്ടും കോപ്പി ഉണ്ടെങ്കിൽ ഇങ്ങനെ കോപ്പി ഇട്ട് കൊടുക്കുക, ഓക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏറ്റവും അടിയിൽ വന്നിട്ടില്ല, അപ്പോൾ അടിയിൽ വരാൻ വേണ്ടിയിട്ട് ഇവിടെ പാത്ത് 100 ആക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് ഗെറ്റ് ഷേപ്പ് എടുത്തിട്ട് നേരെ അവിടെ അടിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് മോഡലാക്കാം. അപ്പോൾ നമുക്ക് ഷേപ്പ് എടുത്തിട്ട് സെലക്ട് ചെയ്തു, സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സൈസ് കൂട്ടി കൊടുത്തു. അതേപോലെ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അപ്പം തന്നെ ഒരു ബോട്ടിലായി മാറിയിട്ടുണ്ട്. അതേപോലെ ഇതെന്ത് ചെയ്യുക, അതിങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ മൂട്ടോട് വെച്ച് എന്ത് ചെയ്യുക, അടിയിലേക്ക് ഒരു കോപ്പി ഇങ്ങനെ ജസ്റ്റ് അടി കോപ്പി ഇട്ട് ഓക്കെ ഇട്ട് കൊടുത്തു. ഇങ്ങനെ അടി ഇങ്ങനെ കോപ്പി ഇട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്യുക. ഇതന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് അടിക്ക് താഴ്ത്തി കൊടുക്കുക ഒക്കെ ചെയ്യുക. ഓരോ മോഡൽ നമുക്ക് ഓരോന്നോരോന്നും എന്ത് ചെയ്യുക, ഇതുപോലെ സിമ്പിളായിട്ട് ക്രീസിങ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ സ്കെയിൽ ചെയ്തിട്ടൊക്കെ ഓരോ മോഡലുകളൊക്കെ അങ്ങനെ ഇതേപോലെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് ഓരോ ബോട്ടിലുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, നല്ല ഓരോ മോഡലുകൾ ചെയ്ത് ലെവലാക്കിയാൽ തന്നെ ലെവലാവുള്ളൂ. അപ്പോൾ ബാക്കിയും അടുത്ത ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ്. ശരി.